എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാരെ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും പണ്ട് കാലം മുതലേ തയ്യാറാക്കി വിൽക്കുന്ന ഈ ഒരു അപ്പക്കൂട്ടാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു പോരുന്ന ഒരു തൊഴിൽ കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം മാത്രമാണ് ഓരോ ആൾക്കാരും ഈ അപ്പത്തിന്റെ കൂട്ടിനെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങൾ വന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ കാറ്ററിംഗ് ഒക്കെ യൂണിറ്റ് തുടങ്ങിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണ കാര്യം മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. നമുക്കിനി അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1/2 കിലോ അളവില് കുതിർത്തിയ പച്ചരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മളിത് വറുക്കാത്ത പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം തയ്യാറാക്കാനായിട്ട് ഇതുപോലെ അരി പൊടിപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്നും കപ്പി കാച്ചാനുള്ള അരിപ്പൊടിയും എടുത്ത് കുറുക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇപ്പോൾ ഒരു 5 കിലോ അരി വെച്ചിട്ട് അപ്പം തയ്യാറാക്കുമ്പോഴാണ് 200 അപ്പം തയ്യാറാക്കാനും പറ്റുന്നത്. ആ ഒരു സമയത്ത് അതിൽ നിന്നും 5.5 കിലോ അരി ഇട്ടാലാണ് 1/2 കിലോ നമുക്ക് കപ്പി കാച്ചാനായിട്ട് എടുക്കേണ്ടതും. ഇപ്പോൾ ഞാനൊരു 1/2 കിലോ അളവിലുള്ള മാവ് വെച്ചിട്ടാണ് അപ്പം തയ്യാറാക്കാൻ കാണിച്ചു തരുന്നത്. കാരണം ഇത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. എന്നോട് നിത്യവും വാട്സപ്പ് മുഖേന വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ചോദിക്കുന്ന ആൾക്കാർക്കും ഇനി പുതിയ കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കുമാണ് ഈ ഒരു റെസിപ്പിയുടെ പാചകം കാണിച്ചു തരുന്നത്. അരി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും കപ്പി കാച്ചാൻ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു മെഷർമെന്റ് കാണിച്ചു തരാം. ഇതിൽ നിന്നും ഇതുപോലൊരു ചെറിയ ബൗള് നിറയെ തന്നെ എടുത്താൽ മാത്രം മതിയാകും. ഇത്രയും പൊടി ഇതിൽ നിന്ന് മാറ്റിയിട്ടായിരിക്കണം കപ്പി കാച്ചാൻ എടുക്കേണ്ടത്. ഞാൻ ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിച്ചു തരാത്തത്. ഇതുപോലെ ഒരു 3-4 കപ്പ് വെള്ളത്തിലേക്ക് ഈ ഒരു പൊടി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് മാറ്റിയിട്ട് ചെറിയ തീയിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കുന്നതാണ് കപ്പി കാച്ചുന്നതെന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇത്രയും പൊടി മതി കേട്ടോ. ഇതിൽ കൂടുതലൊന്നും വേണ്ട. നമ്മൾ കൂടുതൽ അളവിലാണ് ഈ ഒരു കപ്പി കാച്ചൽ എന്നും തയ്യാറാക്കി വെക്കേണ്ടത്. കാരണം ഉണ്ടാക്കുന്ന സമയത്ത് സോഫ്റ്റ്നെസ് പോരായ്മ വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്ത് വെക്കുക. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കപ്പി കാച്ചിയത് കൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. അത് നമുക്ക് പുട്ടുണ്ടാക്കുന്ന സമയത്ത് ആ ഒരു കപ്പി കാച്ചിയതിലേക്ക് അരിപ്പൊടി ചേർത്തൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലുള്ളതും നല്ല വെളുത്തിട്ടുള്ള പുട്ടും നമുക്ക് തയ്യാറാക്കാനും പറ്റും. പിന്നെ ഇടിയപ്പം തയ്യാറാക്കാൻ നേരത്ത് ആ ഒരു കൂട്ടിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കുഴച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നഷ്ടമായി ഒന്നും പോകുന്നില്ല. നമ്മൾ നിത്യവും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മാവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കപ്പി കാച്ചി എടുത്തിട്ടുള്ളതാണ് ചേർക്കേണ്ടത്. ഞാനിത് കൂടുതൽ ക്വാണ്ടിറ്റി ആണ് ഇവിടെ ചെയ്തു വെക്കുന്നത്. അങ്ങനെ നമുക്ക് ഇതുപോലെ ഒരു 1.5 കപ്പ് അളവിലായിരിക്കണം നിങ്ങൾക്ക് കപ്പി കാച്ചി ഇതിലേക്ക് ചേർക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാ വെള്ളം ചേർക്കാം. തേങ്ങാ വെള്ളം കിട്ടാത്ത ആൾക്കാര് കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര കലക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു നുള്ളി അരിപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം മുഴുവൻ വെച്ചിട്ട് അത് ഇതിലേക്കൊന്ന് ഒരു ഇത്തിരി ഈസ്റ്റും കൂടി കലക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തേങ്ങാ വെള്ളത്തിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള 1 കപ്പ് അളവിൽ തന്നെ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നാളികേരപ്പാൽ കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ്, പഞ്ചസാര അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മൾ രാത്രി ചെയ്ത് വെക്കുമ്പോൾ അപ്പത്തിന് ഭയങ്കര പുളിപ്പായി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രാവിലെ ചേർത്താൽ മതി കേട്ടോ. ഉപ്പും പഞ്ചസാരയൊക്കെ രാവിലെ ചേർത്താൽ മതി. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വരും. ആ സമയത്ത് നിങ്ങൾ അപ്പം തയ്യാറാക്കാൻ തുടങ്ങിയാൽ മതിയാകും. അത് നല്ല കട്ടിയായിട്ട് തന്നെ കലക്കി വെക്കണം കേട്ടോ. ലൂസായിട്ട് മാവ് ഒരിക്കലും കലക്കി വെക്കരുത്. കാരണം നിങ്ങൾ എടുക്കുന്ന അരി എങ്ങനത്തെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ചില ആളുകൾ റേഷൻ പച്ചരി വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിവിടെ വർഷങ്ങളായിട്ട് അയ്യാറട്ട് പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. നല്ല വിലയുണ്ട് കേട്ടോ. 52 രൂപയൊക്കെ വിലയുള്ളതാണ്. നമ്മുടെ വീടുകളിൽ നമുക്ക് കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരു പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യുക വെച്ചാൽ നല്ല വൃത്തിയുള്ള അരി നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. അത് നല്ല കളറുള്ള അരി വേണം നമുക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുന്നത്. പിന്നെ കുറെ പേരുടെ സംശയമുണ്ട്, ചേച്ചി 1 കിലോ അപ്പത്തിന് മാവ് കലക്കിയാല് എത്ര അപ്പം കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എടുക്കുന്ന അരിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന അപ്പം. നല്ലൊരു അയ്യാറട്ട് പച്ചരി വെച്ചിട്ടാണ് നിങ്ങൾ അപ്പം തയ്യാറാക്കുന്നതെങ്കിൽ
അതിൽ നിന്നൊരു 30-35 അപ്പം നമുക്ക് കിട്ടും. അല്ലാത്തതാണെങ്കിൽ നമുക്കൊരു 20-22 അപ്പമേ കിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അപ്പം തയ്യാറാക്കിയതിന്റെ മാവാണ്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളവും കൂടി ചേർത്തൊന്ന് ലൈറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. നിങ്ങൾ എല്ലാ ദിവസവും മിക്കപ്പോഴും അപ്പം ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ അതിൽ നിന്നും ഇത്രയും അളവിലൊരു പാത്രം മാവെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യവും അപ്പം തയ്യാറാക്കാനായിട്ട് പിന്നെ മാവ് പുളിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ആ ഒരു മാവ് ചേർത്തിട്ട് ഇതുപോലെ കലക്കി വെക്കാം. അപ്പോൾ ആ ഒരു മാവ് നമ്മൾ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നിങ്ങൾക്ക് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട്. അല്ലെങ്കിൽ മാവിന്റെ ഗ്യാസ് കൊണ്ടിട്ട് നമ്മുടെ മൂടിയൊക്കെ അടിച്ച് തെറിച്ച് നമ്മുടെ ഫ്രിഡ്ജൊക്കെ അടിച്ച് പൊളിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ മാവിന്റെ കൂട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തു, തരി കാച്ചത് ചേർത്തു, കപ്പി കാച്ചത് ചേർത്തു, ഇനി വരാനായിട്ടുള്ള മാവ് ചേർത്തു. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ മാവ് ചേർത്ത് അപ്പം തയ്യാറാക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ 1/2 സ്പൂൺ അളവിൽ ഈസ്റ്റ് കൂടെ ചേർത്താൽ മതിയാകും. പിന്നെ ഞാനിപ്പോ ഇതിലേക്ക് ഉപ്പും പഞ്ചസാര അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ മാവിലേക്ക് നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ്സും അതുപോലെ ചട്ടിയിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇളകി കിട്ടുന്നതിനായിട്ടും ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഞാനിപ്പോ വൈകിട്ടാണ് മാവ് തയ്യാറാക്കി വെക്കുന്നത്. ഇനി രാവിലെയാണ് അപ്പം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാരയും ഉപ്പും ചേർക്കും. ഇവിടെ നിത്യവും തയ്യാറാക്കുന്ന അപ്പത്തില് പെരിഞ്ജീരകം ചേർക്കും. പെരിഞ്ജീരകം അപ്പജീരകം എന്നൊക്കെ പറയില്ലേ, അപ്പജീരകം എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ അപ്പജീരകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഫെനൽ സീഡ് എന്ന് പറയും, പിന്നെ പെരിഞ്ജീരകം എന്ന് പറയും കേട്ടോ. അപ്പൊ അതും കൂടെ ഇതിലേക്ക് ചേർക്കും. കണ്ടല്ലോ, നമ്മുടെ മാവ് നല്ല വൈറ്റ് കളറിലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ നല്ല കട്ടിയായിട്ടാണ് നമ്മൾ ഈ മാവൊന്ന് കലക്കി വെക്കുന്നത്. ഇനി കുതിർത്തിയ പച്ചരി പൊടിച്ചതില്ലെങ്കിൽ വറുത്ത അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാം. പാലപ്പം തയ്യാറാക്കുന്നത് വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. പല ആൾക്കാരും ഞാൻ കാണാറുണ്ട് ഈ വെള്ളപ്പം കൂട്ട് വെച്ചിട്ട് പാലപ്പം എന്ന് പറഞ്ഞ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കറക്റ്റായിട്ടുള്ള പാലപ്പം എന്ന് പറഞ്ഞാൽ വറുത്തിട്ടുള്ള പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനും നല്ല മധുരം ഉണ്ടാവും. അതുപോലെ വെള്ളപ്പം ഉണ്ടാക്കുന്ന പോലെ വലിപ്പത്തിലല്ല ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കൊച്ചു അപ്പങ്ങളായിരിക്കും. പാലപ്പമാണ് കേട്ടോ കൂടുതലും പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യുന്നതും. ഞാനും അതേ ചെറിയ അപ്പങ്ങളായിട്ടാണ് കേട്ടോ തയ്യാറാക്കി ഓർഡർ അനുസരിച്ച് തയ്യാറാക്കുമ്പോൾ അങ്ങനെ. പിന്നെ കടകളിലൊക്കെ സപ്ലൈ ചെയ്യാൻ നേരത്തെ നല്ല വലിപ്പത്തിലാണ് കേട്ടോ തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പൊ കടകളിലൊക്കെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്പത്തിലേക്ക് അധികം മധുരമൊന്നും ചേർക്കാറില്ല. കാരണം കടക്കാർക്ക് ഇറച്ചിക്കറി, മീൻകറി, അങ്ങനെ കടലക്കറി അങ്ങനെയുള്ള സംഭവങ്ങൾ കൂട്ടിയല്ല അവർ കഴിക്കണം. അപ്പൊ ആ മധുരം ഭയങ്കര ബോറായിട്ട് മാറും. അപ്പൊ നമ്മുടെ മാവ് ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു പരുവം കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാചകം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ചേച്ചി സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ വലിയേറെ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ഇനി നമുക്ക് രാവിലെയാണ് അപ്പം തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിലേക്ക് ചേർത്തിട്ടുള്ള പെരിഞ്ജീരകങ്ങൾ ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിക്കോളൂ കേട്ടോ. പക്ഷെ നമ്മൾ അപ്പം കഴിക്കുമ്പോൾ പെരിഞ്ജീരകം ഇങ്ങനെ കടിക്കുന്നത് ഒരു പ്രത്യേക ഫ്ലേവർ നമ്മുടെ അപ്പത്തിന് തരും കേട്ടോ. കണ്ടല്ലോ, നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ അപ്പം തയ്യാറാക്കി നോക്കണം. അങ്ങനെ നമുക്ക് ഇനി മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അപ്പം മാവൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാവ് നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയും കൂടെ നോക്കാം. നല്ലവണ്ണം പതഞ്ഞ് പൊങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആയി കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് അധികം ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് ആയി കിട്ടേണ്ടതും. ഇങ്ങനെ നമ്മൾ മാവ് കലക്കി വെച്ചതിന് ശേഷം ഈ ഒരു സമയത്ത് പൊങ്ങിയൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിൽ മധുരമൊക്കെ ഒന്ന് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് മധുരമൊക്കെ കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ അപ്പച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. നമുക്കിത് കൈ പിടിച്ച് ചുറ്റിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി തുണിയൊക്കെ കൂട്ടിപ്പിടിക്കുവാണെങ്കിൽ നമുക്ക് കൈ പിടിച്ച് ചുറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് അപ്പം തയ്യാറാക്കുന്നത്. കൈക്ക് നല്ല ചൂടുണ്ടാകും, അതുകൊണ്ടാണ് കേട്ടോ. നിറയെ തന്നെ ഹോൾസ് വന്നു തുടങ്ങിയാൽ നമുക്ക് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഈ ഒരു രീതിയിൽ തന്നെ നമുക്കെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളേക്ക് ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.